ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ദിവസം മൺചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് മയക്കിയ മൺചട്ടിയിൽ ഇന്ന് നമ്മളൊരു കറി ഉണ്ടാക്കുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു തേങ്ങ അരച്ച് ഏതെങ്കിലും കറി ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് ഒരു നാടൻ ചക്കക്കുരു മാങ്ങയാണ് നമ്മളിന്ന് ആ ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചക്കക്കുരു മാങ്ങയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നാടൻ ചക്കക്കുരു മാങ്ങ. ഇത് കുറച്ചും കൂടെ തനി നാടൻ ചക്കക്കുരു മാങ്ങ കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കാനായിട്ട് ഒരു 30 ചക്കക്കുരു നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പുറത്തെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഈ ബ്രൗൺ തൊലി ഇത് ചിരണ്ടി കളയാനായിട്ട് കുറച്ച് പാടാണല്ലോ. അതുകൊണ്ടൊരു ടിപ്പ് തരികയാണ്, ഇതെങ്ങനെ പെട്ടെന്ന് ഇളക്കി കളയാമെന്ന്. ഇതൊന്ന് നമുക്ക് ബോയിൽ ചെയ്ത് നോക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു നമുക്ക് വെന്തും കിട്ടും, തൊലി കളയാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ചക്കക്കുരു ഒക്കെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. ഉപ്പുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 3 വർഷം മുന്നേ ഉപ്പിലിട്ട മാങ്ങയാണ്, ഒരു കുഴപ്പമില്ല. അത് ചെറുതായിട്ട് കണ്ടിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, 1 കപ്പ് തേങ്ങ. തേങ്ങയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉള്ളിയും കുറച്ച് മഞ്ഞളും കൂടെ ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയുന്നതാണ് നല്ലത്. നമ്മൾ തൈര് ഇതിനകത്ത് ഒഴിക്കുന്നില്ല, തേങ്ങ അരച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ് നമ്മൾ ഈ ചക്കക്കുരു ബോയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വെള്ളത്തിൻ്റെ കളർ പോലും മാറി. നമ്മളിത് നേരെ കറിക്കകത്തിടുകയാണെങ്കിൽ കറിയുടെ കൂടെ കളർ മാറും. അതുകൊണ്ട് ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ആ തൊലി എളുപ്പം പൊളിച്ച് കളയാനായിട്ട് പറ്റും. പിന്നെ വെന്ത് കിട്ടും. പിന്നെ ഈ കളർ നമ്മുടെ കറിക്കകത്ത് ചേരത്തുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മൺചട്ടിയിലേക്ക് ഇടാം. ഉപ്പുമാങ്ങ അരിഞ്ഞത്, കുറച്ചുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത ചക്കക്കുരു. കുറച്ച് ബ്രൗൺ തൊലിയൊക്കെ ഇരിപ്പുണ്ട്, സാരമില്ല, അതിരുന്നുകൊണ്ട്. പിന്നെ നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടി കുറച്ച്, കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടി ചേർക്കാം. പക്ഷേ അപ്പം നമ്മുടെ കറി കുറച്ചൊരു ഓറഞ്ച് കളറിലോട്ട് മാറും. എനിക്ക് മഞ്ഞ നിറത്തിൽ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കാം, അത് നികയ്ക്ക് വേണം. ഉപ്പിടുമ്പോഴും ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. നമ്മൾ ഉപ്പുമാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങയാണെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. 20 മിനിറ്റോളം എടുക്കും നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി മാങ്ങയും ചക്കക്കുരും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. പിന്നെയും നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ആ മിക്സി കഴുകി ശകലം വെള്ളം കൂടെ ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഈ ചക്കക്കുരു മാങ്ങാക്കറി കുറച്ച് കുറുകിയാന്നല്ല വേണ്ടിയത്. ഒരുപാട് ചാറ് വേണമെങ്കിൽ കുറേയേറെ വെള്ളം ഒഴിക്കാം. പക്ഷേ അപ്പോൾ ടേസ്റ്റ്, അതിൻ്റെ ടെക്സ്ചറും ഒക്കെ മാറും. അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടത്ര വെള്ളം മാത്രം ഒഴിക്കുക. ഇനി ഇതും നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കണം. ആവശ്യത്തിന് കുറുകി വരുമ്പം ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുത്ത് ഇടണം. കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ജീരകം, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഇന്നാളിൽ ഉണ്ടാക്കിയത്. അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിന് ഒരു തനി ഗ്രാമീണ നാടൻ ടേസ്റ്റാണ് വരുന്നത്. ഉള്ളി ഇട്ട് കൊടുക്കാം.
ഉള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചക്കക്കുരു മാങ്ങ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒത്തിരി വ്യത്യാസം വരും. അതെന്താണെന്ന് അറിയില്ല, എന്നാലും ആ ഒരു മൺചട്ടിയുടെ എഫക്റ്റ് എന്തായാലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചക്കക്കുരു മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂട്ടത്തിലെ വ്ളോഗ്സും ബ്യൂട്ടി ടിപ്സും ഒക്കെയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.